എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സ്പോർട്സ് കോട്ട, മെറിറ്റ് കോട്ട, അതുപോലെ തന്നെ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ കോട്ട, അതുപോലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ ഇന്ന് അവസാനിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളുകളിൽ പോയിട്ട് അഡ്മിഷൻ നേടുക. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ വൈകുന്നേരം 5 മണി വരെയാണ് അഡ്മിഷൻ. എന്നാൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ വൈകുന്നേരം 4 മണി വരെയാണ് അഡ്മിഷൻ ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ രാവിലെ തന്നെ അഡ്മിഷനായിട്ട് പോവേണ്ടതാണ്. കാരണം അപേക്ഷയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡോക്യുമെൻസിൻ്റെ കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാക്കി പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വീട്ടിൽ പോയിട്ട് ആ ഒരു ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ എടുത്ത് പെട്ടെന്ന് അഡ്മിഷൻ നേടാൻ സാധിക്കും. അതുകൊണ്ടാണ് വിദ്യാർത്ഥികളോട് രാവിലെ തന്നെ പോയിട്ട് അഡ്മിഷനായിട്ട് പോകാൻ പറയുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇനി എങ്ങനെയാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് വഴി നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷനും അതുപോലെ തന്നെ പെർമനൻറ്റ് അഡ്മിഷനും നേടാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ എന്താണ് പെർമനൻറ്റ് അഡ്മിഷൻ എന്നുള്ള കാര്യം പറയാം. പെർമനൻറ്റ് അഡ്മിഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു ഓപ്ഷൻ കിട്ടി, അവിടെ നിങ്ങൾക്ക് ആ ഒരു സീറ്റ് തന്നെ മതി എന്നാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാം. അതുപോലെ തന്നെ ഒന്നാമത്തെ ഓപ്ഷനാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിലും പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് രണ്ടാമത്തെ ഓപ്ഷൻ മുതൽ ഏത് ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷനും അല്ലെങ്കിൽ നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷനും നേടാൻ സാധിക്കും. ടെമ്പററി അഡ്മിഷൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അതിന് അഡ്മിഷൻ സമയത്ത് നിങ്ങൾ യാതൊരുവിധ ഫീസും കൊടുക്കേണ്ട ആവശ്യമില്ല. പെർമനൻറ്റ് അഡ്മിഷൻ ആണെങ്കിൽ മാത്രമാണ് നിങ്ങൾ ഫീസ് കൊടുക്കേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ തന്നെ മെറിറ്റ് കോട്ട, അതുപോലെ തന്നെ സ്പോർട്സ് കോട്ട, അതുപോലെ തന്നെ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ കോട്ട എന്നിവിടങ്ങളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് താല്പര്യമുള്ള സ്കൂൾ എവിടെയാണോ ഏത് കോട്ടയിലാണോ അലോട്ട്മെൻറ്റ് ലഭിച്ചത് ആ ഒരു കോട്ടയിലാണ് വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടേണ്ടത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്കിപ്പോൾ ഇതിൽ 3 കോട്ടകളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചു. അതായത് സ്പോർട്സ് കോട്ടയിലും കിട്ടി, അതുപോലെ മെറിറ്റ് കോട്ടയിലും കിട്ടി, അതായത് SWS വിഭാഗമാണ് മെറിറ്റ് കോട്ട. അതുപോലെ തന്നെ MRS കോട്ടയിലും അലോട്ട്മെൻറ്റ് കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എങ്കിൽ അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏത് ഓപ്ഷൻ കിട്ടിയ സ്കൂളാണോ അവിടെ നിങ്ങൾ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ഒന്നിലധികം സ്കൂളുകളിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എങ്കിൽ, അത് ഒരു ജില്ലയിലോ അല്ലെങ്കിൽ 2 ജില്ലകളിലൊക്കെ ആയിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് അതായത് എവിടെയാണോ ബാക്കിയുള്ള അലോട്ട്മെൻറ്റുകൾ കിട്ടിയിട്ടുള്ളത് അവിടുത്തെ ആ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് നിങ്ങളെ പുറത്താക്കും. അതേസമയം നിങ്ങൾക്ക് ആകെ ഒരു സ്ഥലത്തോ അല്ലെങ്കിൽ 2 സ്ഥലത്തുമാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഏത് കോട്ടയിലാണോ അലോട്ട്മെൻറ്റ് കിട്ടാതിരുന്നിട്ടുള്ളത്, അത് സ്പോർട്സ് കോട്ടയിൽ ചില സമയത്ത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടാതെ വിദ്യാർത്ഥികളുണ്ടാവും, മെറിറ്റ് കോട്ടയിലായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾ എവിടെയെങ്കിലും അഡ്മിഷൻ നേടിക്കഴിഞ്ഞാൽ അവിടെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത ഒരു ഓപ്ഷൻ, ആ ഒരു കോട്ടയിലെ ആ ഒരു ഓപ്ഷനുകൾ അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കപ്പെടുന്നത് ആയിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ടെമ്പററി അഡ്മിഷനും പെർമനൻറ്റ് അഡ്മിഷനും എന്തൊക്കെ ഡോക്യുമെൻറ്റുകളാണ് വേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ടെമ്പററി അഡ്മിഷനും പെർമനൻറ്റ് അഡ്മിഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഫീസിൻ്റെ കാര്യം മാത്രമാണ്. അതായത് ടെമ്പററി അഡ്മിഷൻ ആണെങ്കിൽ ഫീസ് കൊടുക്കേണ്ടതില്ല, പെർമനൻറ്റ് അഡ്മിഷൻ ആണെങ്കിൽ ഫീസ് കൊടുക്കണം. ഇത്ര മാത്രമേ ഉള്ളൂ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അഡ്മിഷന് ഏകദേശം എല്ലാത്തിനും സെയിം ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ വിദ്യാർത്ഥികൾക്ക് വേണ്ടത് അലോട്ട്മെൻറ്റ് ലെറ്റർ ആണ്. അതായത് അലോട്ട്മെൻറ്റ് ലെറ്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്നുള്ള ലിങ്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതാണ്. ഇത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ അറിയില്ല എങ്കിൽ നിങ്ങൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് അത് ഡൗൺലോഡ് ചെയ്ത് എടുത്തു തരുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ അഡ്മിഷനായിട്ട് വേണ്ട ഡോക്യുമെൻറ്റ്സ് കൂടി എടുത്തിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി വിദ്യാർത്ഥികൾക്ക് അടുത്തത് വേണ്ടത് SSLCയുടെ സർട്ടിഫിക്കറ്റ് ആണ്. SSLC സർട്ടിഫിക്കറ്റ് ഒറിജിനൽ ഇല്ലാത്തവർ SSLC റിസൾട്ടിൻ്റെ കോപ്പി എടുത്താൽ മതി. അതായത് SSLC റിസൾട്ടിൻ്റെ കോപ്പി എടുത്താൽ മതി. അതുപോലെ തന്നെ നിങ്ങളുടെ TC വേണം, അതുപോലെ തന്നെ സ്വഭാവ സർട്ടിഫിക്കറ്റ് വേണം. ഈ ഒരു സ്വഭാവ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഒറിജിനൽ ഇല്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അത് നിങ്ങൾ ഏതെങ്കിലും, അതായത് ഇപ്പോൾ അഡ്മിഷൻ നേടാൻ പോകുന്ന സ്കൂൾ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളുകളാണെങ്കിൽ അവിടെ നിന്നും നിങ്ങൾക്കൊരു ഫോം വാങ്ങിച്ച് അതിൽ നിങ്ങളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചാൽ മതി. അതുപോലെ നിങ്ങൾ കഴിഞ്ഞ വർഷം SSLC പാസ്സായവരാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഒരു കോൺടാക്റ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. അപ്പോൾ അത് എടുത്തിട്ട് നിങ്ങൾ പോയാൽ മതി. പുതിയത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്കൂളിൽ ഗസ്റ്റഡ് ഓഫീസറായിട്ട് അധ്യാപകർ ഉണ്ടാവും. അപ്പോൾ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയൊരു സ്വഭാവ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതായിരിക്കും. ഇനി അടുത്തതായിട്ട് വേണ്ടത് വിദ്യാർത്ഥികളുടെ ബോണസ് പോയിന്റ് സർട്ടിഫിക്കറ്റ് ആണ്. അതായത് നിങ്ങൾക്ക് വല്ല ബോണസ് പോയിന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു ബോണസ് പോയിന്റ് സർട്ടിഫിക്കറ്റുകളാണ്. അത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്ററിൽ കൃത്യമായിട്ട് ഏതൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് നിങ്ങൾ അപേക്ഷാ സമയത്ത് കൊടുത്തിട്ടുള്ളത്, അതുപോലെ ടൈ ബ്രേക്ക് സർട്ടിഫിക്കറ്റുകൾ ഏതൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്ററിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അപ്പോൾ അതിൽ രേഖപ്പെടുത്തിയിട്ടുള്ള എല്ലാവിധ ഡോക്യുമെൻറ്റ്സും നിങ്ങൾ അഡ്മിഷൻ സമയത്ത് ഹാജരാക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വല്ല ഫീസ് ആനുകൂല്യം ഉണ്ടെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഹാജരാക്കേണ്ടതാണ്. അതുപോലെ SC/ST വിദ്യാർത്ഥികളാണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ കോപ്പി കൂടി എടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൂടി എടുക്കുക. അതുപോലെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും റിസർവേഷൻസ് ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു റിസർവേഷൻ ഡോക്യുമെൻറ്റ്സ് എടുക്കുക.
അതുപോലെ ചില സ്കൂളിൽ നിന്നും റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അഡ്മിഷൻ തരില്ല എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റിന് പകരം നിങ്ങൾക്ക് നിങ്ങളുടെ റേഷൻ കാർഡ് എടുക്കുക. റേഷൻ കാർഡും അതിനോടൊപ്പം അതിൻ്റെ ഒരു കോപ്പി കൂടി നിങ്ങൾ എടുക്കുക. കാരണം റേഷൻ കാർഡിൽ നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊരു റെസിഡൻഷ്യൽ രേഖയായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. റെസിഡൻഷ്യൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ താമസിക്കുന്നത് തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു രേഖയാണ് റെസിഡൻഷ്യൽ എന്ന് പറയുന്നത്. ഇതിന് നിങ്ങൾക്ക് റെസിഡൻഷ്യൽ രേഖയ്ക്ക് പകരം നിങ്ങൾക്ക് നിങ്ങളുടെ റേഷൻ കാർഡിൻ്റെ കോപ്പി അല്ലെങ്കിൽ എടുക്കുക. അതുപോലെ റേഷൻ കാർഡിൻ്റെ ഒറിജിനൽ കൂടി എടുക്കുക. റേഷൻ കാർഡിൻ്റെ കോപ്പി മാത്രമേ സ്കൂളിൽ കൊടുക്കാനായിട്ട് പാടുള്ളൂ, അല്ലാതെ ഒറിജിനലൊന്നും കൊണ്ടുപോയിട്ട് കൊടുക്കരുത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അടുത്തതായിട്ട് വിദ്യാർത്ഥികളോട് ചോദിച്ച ഒരു വിദ്യാർത്ഥി പറഞ്ഞതായിരുന്നു നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അഡ്മിഷൻ തരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കേരളത്തിൽ ജനിച്ചവരാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ആണ്. അപ്പോൾ നാറ്റിവിറ്റി അതായത് ഇന്ത്യൻ എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ആണ്. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഇല്ല എങ്കിൽ നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് അത് ജനന സർട്ടിഫിക്കറ്റ് എടുത്താൽ മതി. അതിൽ നിങ്ങൾ ഏത് സ്ഥലത്താണ് ജനിച്ചത് എന്നുള്ളത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജനന സർട്ടിഫിക്കറ്റ് എടുത്തുകൊണ്ട് നാറ്റിവിറ്റി തെളിയിക്കാവുന്നതാണ്. അതുപോലെ SSLC സർട്ടിഫിക്കറ്റ് ഒറിജിനൽ ഉള്ള കയ്യിലുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ അതിൽ നിങ്ങളുടെ നാറ്റിവിറ്റി അതായത് നിങ്ങൾ ഇന്ത്യൻ ആണ് എന്നുള്ളത് കൃത്യമായിട്ട് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒറിജിനൽ ഉണ്ടെങ്കിൽ ഒറിജിനൽ SSLC സർട്ടിഫിക്കറ്റ് എടുക്കുക. ഇനി അതല്ല അതില്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് എടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ കേരളത്തിലാണ് ജനിച്ചത് എന്നുള്ള കാര്യം അതിൽ കൃത്യമായിട്ട് ഉണ്ടായിരിക്കും. കേരളത്തിലാണ് ജനിച്ചതെങ്കിൽ അതുണ്ടാവും. ഇല്ലെങ്കിൽ നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് വില്ലേജ് ഓഫീസിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതായത് +1 അഡ്മിഷൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തരുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഒരു നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് എടുക്കാവുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷനാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഫീസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ ടെമ്പററി അഡ്മിഷനാണ് എടുക്കുന്നതെങ്കിൽ ഫീസ് ആവശ്യമില്ല. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് സ്പോർട്സ് കോട്ട. നിങ്ങൾക്ക് സ്പോർട്സ് കോട്ടയിലാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചതെങ്കിൽ വിദ്യാർത്ഥികൾ അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് അത് നിങ്ങൾക്ക് സ്പോർട്സിൻ്റെ മികവ് തെളിയിക്കാനായിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്പോർട്സ് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ സ്പോർട്സ് കോട്ടയുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങൾക്ക് സ്പോർട്സ് വിഭാഗത്തിൽ ലഭിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനൽ നിങ്ങൾ എടുക്കേണ്ടതാണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സ്പോർട്സ് കോട്ടയിലാണ് കിട്ടിയതെങ്കിൽ സ്പോർട്സ് കോട്ടയിൽ നിങ്ങൾ എന്തൊക്കെയാണ് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്ന സർട്ടിഫിക്കറ്റുകൾ അതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ അഡ്മിഷൻ സമയത്ത് എടുക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അതുപോലെ നിങ്ങളുടെ അപേക്ഷയിൽ തെറ്റുണ്ടായിട്ട് നിങ്ങൾ അലോട്ട്മെൻറ്റ് കിട്ടി അഡ്മിഷൻ എടുക്കാതെ പോവുകയാണെങ്കിലും നിങ്ങൾ നോൺ ജോയിൻ എന്ന് മനസ്സിലാക്കി നിങ്ങളെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ അപേക്ഷയിൽ തെറ്റ് ഉണ്ടെങ്കിൽ കൂടി നിങ്ങൾ സ്കൂളിൽ അഡ്മിഷനായിട്ട് പോവുക. കാരണം ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ് ഡോക്യുമെൻറ്റ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് അഡ്മിഷൻ തരില്ല എങ്കിലും പിന്നീട് നിങ്ങൾക്ക് സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അതേസമയം നിങ്ങൾ സ്കൂളിൽ പോയിട്ടില്ല എങ്കിൽ നിങ്ങൾ ആ ഒരു കാൻഡിഡേറ്റ് നോട്ട് ജോയിൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു രേഖപ്പെടുത്തുക. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾക്ക് പിന്നീട് സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതും ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അപേക്ഷയിൽ തെറ്റുകൾ ഉണ്ട് എങ്കിൽ കൂടി നിങ്ങൾ അലോട്ട്മെൻറ്റ് കിട്ടിയതിൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ട് എങ്കിൽ കൂടി നിങ്ങൾ സ്കൂളിൽ പോകുക. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഈ ഒരു മിസ്സിംഗ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡോക്യുമെൻ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് നിങ്ങളുടെ അഡ്മിഷൻ സ്കൂളിൽ നിന്ന് തരില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് പിന്നീട് സപ്ലിമെൻ്ററി ഘട്ടത്തിൽ നിങ്ങളുടെ ആപ്ലിക്കേഷനിലെ തെറ്റുകൾ തിരുത്തി നിങ്ങൾക്ക് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് സ്കൂളിൽ പോകാനായിട്ട് പറയുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.